ബിഗ് ബോസ് സീസൺ 7 മലയാളം ഇന്ന് സെപ്റ്റംബർ 9 ലൈവ് അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ ഇന്ന് വന്നേയില്ല. കാരണം വേറെ ഒന്നുമല്ല, ഇന്ന് ഒന്നും തന്നെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നടന്നിട്ടില്ല, അങ്ങനെ വേണം പറയാനായിട്ട്. വെറും ഒരു എന്താ പറയുക, ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ലൈവായിരുന്നു കേട്ടോ ഇന്നത്തെ. ഇത് ഫുൾ ടൈം ആ ടാസ്കിൻ്റെ പുറകെ തന്നെയായിരുന്നു, ആ ചെരുപ്പ് ഫാക്ടറി ടാസ്കിൻ്റെ പുറകെ തന്നെയായിരുന്നു കണ്ടസ്റ്റൻസ്. ഭയങ്കര ബോറിംഗ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ ലൈവ്. എന്തായാലും ഇത്തവണ വന്നിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻസിന് പോലും 5 പൈസയുടെ വെളിവില്ല. ഒരു ടാസ്ക് പോലും അവർ നേരെ ചൊവ്വേ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആകെപ്പാടി കുറച്ച് ഇങ്ങനത്തെ ടാസ്കൊക്കെ കുറച്ച് വൃത്തിക്ക് കളിക്കാൻ ഒരു പ്രാപ്തനായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അനീഷ് തന്നെയാണെന്ന് തോന്നുന്നു. വേറെ ഒരാൾക്കും നൂറിൽ നിന്ന് എന്താ അവിടെ കിടന്ന് കാണിച്ചത്, ആ കോയിൻസൊക്കെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് പോലും ആ കൊച്ചിന് അറിയത്തില്ല. എന്താ ചെയ്യാം, അതൊക്കെ പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ എപ്പിസോഡിൽ എടുത്ത് പറയത്തക്ക രീതിയിൽ വേറെ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ലക്ഷ്മിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ യൂട്യൂബിൽ മൊത്തം കത്തിപ്പടരുന്നത്. അതായത് നമ്മുടെ ആദിലിനെയും നൂറേനെയും ഭയങ്കര മോശമായിട്ടാണ് ലക്ഷ്മി ഇന്ന് ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിലൂടെ എന്താ പറയുക ഡീഗ്രേഡ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവരുടെ കമ്മ്യൂണിറ്റി തന്നെ ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത രീതിയിലുള്ള ആൾക്കാരാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര മോശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ലക്ഷ്മി അവിടെ പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിലാണ് അത് ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത്. നമ്മുടെ ലൈവിൽ കാണുമ്പോൾ അത്ര വലിയ കാര്യമായിട്ട് നമ്മളങ്ങനെ ഫുൾ ടൈം ഇരുന്ന് കാണുന്നില്ലല്ലോ, അപ്പോൾ അതാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇന്നത്തെ എപ്പിസോഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് സംഭവം ഈ ഒരു രീതിയിലാണ് സംഭവം പോണേ എന്നുള്ളത് മനസ്സിലായത്. എന്തായാലും ബിഗ് ബോസ് അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസിന് അറിയായിരിക്കും ഇതെന്തായാലും കത്തിപ്പടരും എന്നുള്ളത്. നമ്മളെപ്പോലുള്ള റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഇത് പൊക്കി പിടിച്ച് വരും എന്നുള്ളത് ബിഗ് ബോസ് ടീമിന് നന്നായിട്ട് അറിയാം. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു സംഭവം ഒരു എപ്പിസോഡിൽ കാണിക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ലക്ഷ്മിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും എടുത്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താ ലക്ഷ്മിയുടെ ഇത്രയും ഒരു ഡേർട്ടി മൈൻഡ് ആണെന്നുള്ളത് പ്രേക്ഷകർക്ക് എല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ട്. നന്നായിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും ശക്തമായിട്ടും സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ലക്ഷ്മി തന്നെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിനോട് പേഴ്സണലി ഞാൻ ഒട്ടും തന്നെ യോജിക്കുന്നില്ല. ലക്ഷ്മി എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു നിമിഷം വരെ തോന്നിയത്. പക്ഷേ എന്തോ ഈ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് കൊച്ചിന് അടിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു സംഭവം എന്തായാലും ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിച്ചിരിക്കും, 100% ഉറപ്പാണ്. ഈ ലക്ഷ്മി ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അക്ബറിൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയൊക്കെ വിളിച്ചൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നില്ലേ കൺഫ്യൂഷൻ റൂമിൽ വെച്ചിട്ട്. അപ്പോൾ അന്നേരം അവിടെ പറയണ്ടായിരുന്നല്ലോ ഇവരായിട്ട് അതിലെ നൂറായിട്ട് അധികം കൂട്ട് വേണ്ട എന്നുള്ള രീതിയിൽ. ചിലപ്പോൾ അത് പിടിച്ചിട്ടായിരിക്കും ലക്ഷ്മി പറഞ്ഞത്. എന്താണെങ്കിലും ലക്ഷ്മിയെ പോലുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് ഇതൊരിക്കലും പറയാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ എന്തായാലും ഇതിനെപ്പറ്റി ഒരു ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മിനിമം ഒരു ഡയറക്റ്റ് നോമിനേഷൻ കിട്ടാനുള്ള വകയൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.